നമസ്കാരം. വയനാട് പനമരം പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി LDF അംഗം വോട്ട് ചെയ്തതോടെയാണ് ഭരണം നഷ്ടമായത്. 23 അംഗ ഭരണസമിതിയിൽ 11 സീറ്റ് LDFനും 11 സീറ്റ് UDFനുമായിരുന്നു. ഒരംഗമുള്ള BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കഴിഞ്ഞ മാസം 20-നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയത്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിനുള്ള അനുമതി തേടിയുള്ള നോട്ടീസ് നൽകിയത്. UDFലെ 11 അംഗങ്ങളും ഒപ്പിട്ട പ്രമേയ നോട്ടീസാണ് സമർപ്പിച്ചത്. സെക്രട്ടറി നോട്ടീസ് കൈപ്പറ്റുകയും രസീത് നൽകുകയും ചെയ്തു. ഇതിന്റെ തുടർ നടപടിയാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേത് ഏകാധിപത്യവും അഴിമതി നിറഞ്ഞതുമായ ഭരണമാണെന്നാണ് ആരോപിച്ചത്. UDF അംഗങ്ങളുടെ പ്രമേയം അങ്ങനെയാണ് ആരോപിക്കുന്നത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റതു മുതൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണ്. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ യഥാസമയം ചെയ്തു നൽകാൻ പോലും പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല. തീർത്തും വികസന മുരടിപ്പാണ്. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ നടപ്പാക്കാനോ സാധിച്ചിട്ടില്ലെന്നും UDF ആരോപിച്ചു. പഞ്ചായത്തിന്റെ വാഹനം തോന്നിയ പോലെ ഉപയോഗിക്കുകയാണ്. ഓഫീസ് ആവശ്യങ്ങൾക്കൊന്നും വാഹനം ലഭിക്കാറില്ല. കെടുകാര്യസ്ഥത മൂലം പഞ്ചായത്തിൽ മതിയായ ജീവനക്കാരുടെ ഒഴിവ് നികത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. തന്മൂലം ഓഫീസ് പ്രവർത്തനം താളം തെറ്റുകയും ഫയലുകൾ കെട്ടിക്കിടക്കുകയുമാണ്. ഇതിലൂടെ ജനം നെട്ടോട്ടമോടുകയാണെന്നും UDF ആരോപിച്ചു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.